യേശുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എൻ്റെ അമ്മ എന്ന ചാനലിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വ സ്വാഗതം. ഇന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് രോഗശാന്തിക്ക് വേണ്ടിയാണ്. ഈ പ്രാർത്ഥന കേൾക്കുന്ന ഈ നിമിഷം നിങ്ങളുടെ മനസ്സിൽ ആരെയാണ് ഓർക്കുന്നത്? നിങ്ങൾക്ക് തന്നെ ഒരു രോഗമുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട മറ്റാരെങ്കിലുമോ രോഗാവസ്ഥയിലായിരിക്കാം. ആ വ്യക്തിയുടെ പേര് ഇപ്പോൾ മനസ്സിൽ ഓർക്കുക. ഒരു നിമിഷം നിശബ്ദമായി അവരെ ദൈവസന്നിധിയിൽ കൃപാസനം അമ്മയുടെ മാധ്യസ്ഥം വഴി നമുക്ക് സമർപ്പിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങൾ പറയാതെ തന്നെ ഞങ്ങളുടെ ഹൃദയത്തിലെ വേദനകൾ അങ്ങ് അറിയുന്നു. അങ്ങയുടെ സ്നേഹപൂർണമായ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ നിനക്ക് ആരോഗ്യം വീണ്ടെടുത്തു തരും, നിന്റെ മുറിവുകളെ സൗഖ്യമാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. നല്ല ദൈവമേ, അങ്ങയുടെ ഈ വാഗ്ദാനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ അങ്ങയിലേക്ക് തിരികെ വരുന്നു. രോഗത്തിൻ്റെ വാർത്ത കേട്ട് തകർന്നുപോയ ഹൃദയങ്ങളെ ഈ നിമിഷം അവിടുന്ന് കാണണമേ. പരിശോധന ഫലം വരാൻ കാത്തിരിക്കുന്നവരെയും ആശുപത്രികളിൽ ഉറങ്ങാതെ രാത്രികൾ കഴിക്കുന്നവരെയും ഓർക്കണമേ. ഇനി എന്താകും എന്ന് ഭയപ്പെടുന്ന ഓരോ ഹൃദയത്തിൻ്റെയും അടുത്തേക്ക് പരിശുദ്ധ മാതാവേ വരണമേ. രോഗം ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന ഭയത്തേക്കാൾ വലുതാണ് അങ്ങയുടെ സാന്നിധ്യം എന്ന് വിശ്വസിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ശരീരത്തിൻ്റെ സൗഖ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. അവൻ തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി, അവരുടെ നാശങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ചുവെന്ന സങ്കീർത്തനം 107:20 പറയുന്നു. കരുണാമയനായ ദൈവമേ, ഇപ്പോൾ ഞങ്ങളുടെ ശരീരത്തെ മുഴുവൻ അങ്ങയുടെ കരുണയുള്ള കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ തലയും ഹൃദയവും ശ്വാസകോശവും രക്തക്കുഴലുകളും വയറും സന്ധികളും ശരീരത്തിലെ ഓരോ അവയവങ്ങളും അങ്ങേക്ക് സമർപ്പിക്കുന്നു. വേദന അനുഭവിക്കുന്ന ഭാഗങ്ങളെ പ്രത്യേകമായി അങ്ങയുടെ തിരുമുറിവുകളിലേക്ക് ചേർത്തു വെക്കുന്നു. ഡോക്ടർമാർക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ജ്ഞാനം നൽകണമേ. മരുന്നുകളും ശസ്ത്രക്രിയകളും ഫലമാക്കണമേ. വേദന കൊണ്ട് ഉറങ്ങാൻ കഴിയാത്തവർക്ക് ആശ്വാസവും ആരോഗ്യം വീണ്ടെടുക്കുവാൻ ആവശ്യമായ ശക്തിയും നൽകണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ മനസ്സിൻ്റെ സൗഖ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ഈശോ നമ്മോട് അരുളി ചെയ്യുന്നു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകരുത്, ഭയപ്പെടുകയും വേണ്ട. വിശുദ്ധ യോഹന്നാൻ 14:27 പറയുന്ന വചനമാണിത്. നല്ല ദൈവമേ, ശരീരത്തിൻ്റെ വേദന മാത്രമല്ല, മനസ്സിൻ്റെ ഭാരവും അസ്വസ്ഥതയും ഇന്ന് പരിശുദ്ധ അമ്മ വഴി അങ്ങേക്ക് സമർപ്പിക്കുന്നു. നാളെ എന്താകും എന്ന ചിന്തയിൽ ഉറക്കമില്ലാതെ കഴിയുന്നവർക്ക് അങ്ങയുടെ ദിവ്യ സമാധാനം നൽകണമേ. ഏകാന്തത അനുഭവിക്കുന്നവരുടെ അടുത്ത് അങ്ങേ സാന്നിധ്യം അനുഭവപ്പെടണമേ. ഞങ്ങളുടെ മനസ്സിലേക്ക് സമാധാനവും
ചിന്തകളിലേക്ക് വെളിച്ചവും ഹൃദയത്തിലേക്ക് പ്രത്യാശയും പകരണമേ. കൃപാസന മാതാവേ, ഈ നിമിഷം രോഗികളെ പരിചരിക്കുന്ന കുടുംബങ്ങൾക്കുമായി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ രോഗികളോടൊപ്പം നിൽക്കുന്ന കുടുംബാംഗങ്ങളെ ഓർക്കുന്നു. ആശുപത്രികളിൽ കാത്തിരിക്കുന്ന അമ്മമാരെയും പ്രായമായ മാതാപിതാക്കളെ പരിചരിക്കുന്ന മക്കളെയും ജീവിത പങ്കാളിയുടെ രോഗത്തിൽ തളർന്നിരിക്കുന്നവരെയും ഈ നിമിഷം അനുഗ്രഹിക്കണമേ. കൃപാസന മാതാവേ, അമ്മയുടെ നീല അങ്കി കൊണ്ട് ആ മക്കളെ ഈ നിമിഷം തൊടണമേ. അവരുടെ ഭവനങ്ങളിലേക്ക്, അവർ ആയിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ. രാത്രിയും പകലും രോഗിയെ പരിചരിക്കുന്നവർക്ക് ആവശ്യമായ ക്ഷമയും ആരോഗ്യവും നൽകണമേ. ചികിത്സാ ചെലവുകൾ കാരണം ആശങ്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് സഹായത്തിന്റെ വാതിലുകൾ തുറന്നു നൽകണമേ. പരിശുദ്ധ മാതാവേ, കുടുംബത്തിൽ സ്നേഹത്തോടെയും ഐക്യത്തോടെയും പരസ്പരം ചേർത്ത് പിടിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്നേഹനാഥനായ ദൈവമേ, ഇപ്പോൾ ഐസിയുവിൽ കഴിയുന്നവരെയും ഓപ്പറേഷൻ തീയതി കാത്തിരിക്കുന്നവരെയും ഓർക്കുന്നു. കീമോതെറാപ്പി, ഡയാലിസിസ്, ദീർഘകാല ചികിത്സകൾ എന്നിവയിലൂടെ കടന്നു പോകുന്നവരെയും കുഞ്ഞുങ്ങളുടെ വാർഡുകളിൽ കഴിയുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെയും പ്രത്യേകമായി അങ്ങേ സംരക്ഷണത്തിൽ സൂക്ഷിക്കണമേ. ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക് ജ്ഞാനവും കരുണയും നൽകണമേ. ശരിയായ രോഗനിർണയവും ചികിത്സയും ഓരോ രോഗിക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം 55:28 നമ്മെ ധൈര്യപ്പെടുത്തുന്നു. ഇപ്രകാരം പറയുന്നു: നിന്റെ ഭാരം കർത്താവിൻ്റെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും എന്നാം. പ്രിയമുള്ളവരെ, ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഒരു നിമിഷം സ്വന്തം വേദന പരിശുദ്ധ അമ്മയെ ഏൽപ്പിക്കുക. അമ്മ തൻ്റെ പുത്രന്റെ പക്കൽ അത് മാധ്യസ്ഥം വഹിക്കും. കണ്ണുകൾ അടച്ച് മനസ്സിൽ പറയുക: ഈശോയെ, ഇതാണ് എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്. നിങ്ങളുടെ എല്ലാ വേദനകളും, എല്ലാ ആവശ്യങ്ങളും, എല്ലാ ആഗ്രഹങ്ങളും, എല്ലാ പ്രിയപ്പെട്ടവരെയും പരിശുദ്ധ അമ്മയെ ഏൽപ്പിക്കുക. കൃപാസന മാതാവേ, ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ വ്യക്തിയും മനസ്സിൽ പറഞ്ഞ അവരുടെ അപേക്ഷ അവിടുന്ന് കേൾക്കണമേ. അത് ഏറ്റെടുക്കണമേ. അവർക്ക് ഉത്തരം നൽകണമേ. ഭയത്തിനു പകരം ധൈര്യവും, അസ്വസ്ഥതയ്ക്കു പകരം സമാധാനവും, തളർച്ചയിൽ പുതിയ ശക്തിയും നൽകണമേ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങളോടൊപ്പം എന്നും ഉണ്ടാകണമേ. കൃപാസന മാതാവേ, രോഗത്തിൻ്റെ വേദനയിൽ കഴിയുന്ന മക്കളെ അമ്മയുടെ മാതൃസഹജമായ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കണമേ. നിരാശയിൽ കഴിയുന്ന കുടുംബങ്ങൾക്കായി അമ്മയുടെ പുത്രനായ ഈശോയോട് മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കണമേ. പരിശുദ്ധാമ്മേ, കൃപാസന മാതാവേ, ഞങ്ങൾക്ക് വേണ്ടിയും രോഗികളായ എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കണമേ. 1 തെസ്സലോനിക്ക 5:18 ഇപ്രകാരം പറയുന്നു: എല്ലാ കാര്യങ്ങളിലും നന്ദി പറയുവിൻ. ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതമെന്ന്. കർത്താവായ ദൈവമേ, ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നുവരെ ഞങ്ങളെ കാത്തതിനും നല്ല ഡോക്ടർമാർക്കും ഞങ്ങളെ ശുശ്രൂഷിച്ച കുടുംബാംഗങ്ങൾക്കും നന്ദി പറയുന്നു. വേദന നിറഞ്ഞ ഓരോ നിമിഷങ്ങൾക്കും
സമാധാനമുള്ള രാവുകൾക്ക് നന്ദി പറയുന്നു. ഇനിയും ഉത്തരം ലഭിക്കാത്ത പ്രാർത്ഥനകളെയും വിശ്വാസത്തോടെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കൃപാസന മാതാവേ, ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ ഞങ്ങൾ സമർപ്പിച്ച ഓരോ രോഗിയെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഒരു ദിവസവും പ്രത്യാശ കൈവിടാതിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വീടുകളിൽ അങ്ങേ ശാന്തിയും സൗഖ്യവും നിറയട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ. എൻ്റെ അമ്മ കുടുംബത്തിലെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ രോഗശാന്തിക്കായുള്ള നിയോഗങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അവിടുത്തെ അടുത്ത പ്രാർത്ഥനയിൽ ഈ നിയോഗങ്ങളും നമ്മൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാക്കട്ടെ. ഈ പ്രാർത്ഥന നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കൃപാസനം അമ്മയുടെ പ്രാർത്ഥന നാളെ നിങ്ങളുടെ കരങ്ങളിലും നിങ്ങളുടെ ഭവനങ്ങളിലും വന്നു ചേരുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പരിശുദ്ധാമ്മേ, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാക്കട്ടെ. ആമേൻ. എല്ലാവർക്കും നന്ദി.